ഹായ് ഹലോ. ഇന്നായിരുന്നു ഞങ്ങളുടെ കോളേജിൽ ഓണം സെലിബ്രേഷൻ. ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ സെറ്റ് സാരിയും മുല്ലപ്പൂവും ഒക്കെ ചൂടി നിൽക്കുന്ന ഒരു ഓണം സെലിബ്രേഷൻ അല്ലേ. അതുകൊണ്ട് അതിനൊരു മാറ്റവും വന്നു. രാവിലെ തന്നെ കാലാവസ്ഥ ഒരു പ്രതികൂല ഭാവമായിരുന്നെങ്കിലും അല്പസമയത്തിന് ശേഷം അത് അനുകൂല ഭാവമാക്കി. ഞങ്ങളുടെ കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് ഓണപ്പരിപാടി നടത്തുക. അതുകൊണ്ട് തന്നെ ഞങ്ങളാൽ കഴിയുന്ന ഇത് മനോഹരമാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ അത്തപ്പൂക്കള മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മഹാബലി, അതിനുശേഷമുള്ള മഹാബലിയുടെ എൻട്രിയും എല്ലാം മാസ് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ മഹാബലി വന്നതിന് ശേഷം തിരികൊളുത്തുകയും അങ്ങനെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്കറിയാം ഈ ഓണം നിൽക്കുമ്പോൾ തിരുവാതിരക്കളി ഇല്ലാതെ എന്തൊരു ഓണ സെലിബ്രേഷൻ അല്ലേ. അതിന് തിരുവാതിരക്കളി, ഓണപ്പാട്ട്, അതിനുശേഷം കുറേ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് മനോഹരമായി പോയി. അതിനുശേഷമാണ് നമ്മുടെ പല വ്യത്യസ്തതരമായിട്ടുള്ള ഗെയിംസ്. ആദ്യം തന്നെ കസേര കളിയോട് കൂടി നമ്മൾ കളി, അതും അധ്യാപകർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇതിൽ ഞങ്ങളെ അധ്യാപകർ പരസ്പരം തമ്മിലുള്ള സ്നേഹബന്ധത്തെ പറ്റിയിട്ടാണ്. ഞങ്ങൾ അതിന് ആലോചിച്ച് മാർക്കിൽ ഈ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എല്ലാ വർഷമുള്ള പോലെ ഊഞ്ഞാൽ ചാവറേച്ചിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്തു. അതും അതിൻ്റെ ഐക്കോണിക് സ്റ്റെപ്പിൽ. അതിനുശേഷം വിവിധ തരം ഗെയിംസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഗെയിം വടംവലി. യെസ്, ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേവർക്കും വരുന്നൊരു വടംവലി മത്സരം. അതില്ലാതെ എന്തോണാഘോഷം. അത് കാണാനും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെന്നപ്പം പല സൈഡിൽ നിന്നും പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വടംവലികൾ നടക്കും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എത്ര എഫേർട്ട് ഇട്ടാണ് ഓണം സെലിബ്രേഷൻ ഇത്ര മനോഹരമായി ആഘോഷിക്കുന്നത്. അങ്ങനെ വടംവലിയോട് കൂടി ഈ വർഷത്തെ ഓണം ഗെയിംസ് അങ്ങ് തീർന്നു. പിന്നെയുള്ള റിസൾട്ട് അനൗൺസ്മെൻ്റ് ആയിരുന്നു. അത് നല്ല മനോഹരമായ രീതിയിൽ അടിച്ചു പൊളിച്ച രീതിയിൽ ഞങ്ങൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു 1.5 ആഴ്ച എടുത്ത എഫേർട്ടാണ് നിങ്ങൾ ഈ കാണുന്ന ഓരോ ഡെക്കറേഷൻസും. അത് പെട്ടെന്നൊരു ദിവസം 3-4 മണിക്കൂറും കൊണ്ട് തീർന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ. എന്നിരുന്നാലും എല്ലാവരുടെ ഒത്തൊരുമയും ഒക്കെ കൂടിയാണ് ഈ പരിപാടി ഇത്ര വിജയകരമായി തീർന്നത്. ഇനിയാണല്ലോ മെയിൻ ഘടകം നമ്മുടെ അങ്ങനെ സദ്യയും കഴിച്ച ശേഷം 2 കൂട്ടം പായസം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ തീർന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സാറിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു ഇന്ന്. അങ്ങനെ നിങ്ങൾ മനോഹരമായി നിൽക്കുന്ന സാറിന് നല്ല വിഷയം കൊടുത്ത് ഇനിയും കൂടെയൊക്കെ 10 ദിവസം അവധിയില്ലേ ഇയ്യ. പക്ഷെ കുറേ വർക്ക് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അയ്യോ. എനിവേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. അപ്പോൾ ബൈ.